ഡ്രൈവിംഗ് ടെസ്റ്റ് പോലീസ് സംരക്ഷണത്തിൽ പുനരാരംഭിക്കാനുള്ള നീക്കം ഫലം കണ്ടില്ല. ടെസ്റ്റിനായി സ്ലോട്ട് ലഭിച്ചയാളുകൾ പലയിടങ്ങളിലും എത്തിയില്ല. എറണാകുളം, കാക്കനാട് അപേക്ഷിച്ചവർ ആരും എത്താത്തതിനാൽ ടെസ്റ്റ് ഉപേക്ഷിക്കുകയാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പരിഷ്കരണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയതോടെ സമരം കടുപ്പിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് ഗ്രൗണ്ട് കവാടത്തിന് മുന്നിൽ സമരക്കാർ കിടന്ന് പ്രതിഷേധിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ കഞ്ഞിവെച്ചായിരുന്നു പ്രതിഷേധം. വിവരങ്ങളുമായി തിരുവനന്തപുരം മുട്ടത്തറയിൽ നിന്ന് മുഹമ്മദ് ആഷിഖ്, കൊച്ചി കാക്കനാട് നിന്ന് നിതിൻ സേവർ, കോഴിക്കോട് ചേവായൂരിൽ നിന്ന് സലാം മുഹമ്മദ്, തൃശൂരിൽ നിന്ന് കെ അഖിൽ എന്നിവർ ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ്. മുട്ടത്തറയിൽ നിന്ന് ആഷിഖാണ് ചേരുന്നത്. ആഷിഖ, ഈ പരിഷ്കരണവുമായി മുന്നോട്ട് തന്നെ എന്ന നിലപാടിലാണ് ഗതാഗത വകുപ്പുള്ളത്. ഗതാഗത മന്ത്രി അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ടെസ്റ്റ് നടത്താനുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ നടന്നു? അതിനെതിരെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം ഏത് രീതിയിലാണ്? പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം കഴിഞ്ഞ 9 ദിവസത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയതിനെ തുടർന്നാണ് ഇന്ന് കർശനമായും പുതിയ പരിഷ്കരണങ്ങളോടുകൂടി ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പിലാക്കണമെന്നൊരു നിർദ്ദേശം ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് പ്രകാരം പ്രത്യേകമായ കൂടിയാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതും MVD ഉദ്യോഗസ്ഥർ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതും മിക്കയിടങ്ങളിലും പോലീസ് സന്നാഹം അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കർശനമായി ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കണമെന്ന് ഗതാഗത വകുപ്പ് നിലപാടെടുക്കുമ്പോൾ ഈ പരിഷ്കരണങ്ങൾ പിൻവലിക്കാതെ തങ്ങളുടെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടുമായി സമരം തുടരുകയായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ. അവർ ഇപ്പോഴും ഈ പ്രദേശങ്ങൾ വലിയ സമരവുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഏതാണ്ട് 23 പേരോളമായിരുന്നു മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റിനായി ടോക്കൺ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇവരാരും തന്നെ രാവിലെ എത്തിച്ചേർന്നില്ല. ഇന്ന് രാവിലെ MVD ഉദ്യോഗസ്ഥർ ഈ 23 പേരുടെ പേര് വിളിച്ച് ഹാജരുണ്ടോ എന്ന് തിരക്കുമ്പോൾ ആരും ഹാജർ ആയിട്ടുണ്ടായിരുന്നില്ല. ഈ ടെസ്റ്റ് നടക്കുന്നതിന്റെ സമീപ പ്രദേശങ്ങളിൽ ടെസ്റ്റിനായി എത്തിയ ആളുകളെ സമരക്കാർ പിന്തിരിപ്പിച്ചു വിട്ടതാണ് അത്തരത്തിൽ ആരും തന്നെ എത്താത്തത് എന്ന സാഹചര്യവുമുണ്ട്. 1-2 പേരോ മറ്റോ ടെസ്റ്റിനായി എത്തിയിരുന്നു. അവരെ ഇതിന് പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് സമരക്കാർ തടയുകയായിരുന്നു. അല്പനേരം മുമ്പ് വലിയ സമരം ഈ സമരക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായ മുദ്രാവാക്യം വിളികളും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിന് മുന്നിലെ കവാടത്തിന് മുന്നിൽ കിടന്നുകൊണ്ട് സമരം ചെയ്യുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഏതായാലും ഇതേവരെ ആരും ടെസ്റ്റിന് ഹാജരായിട്ടില്ല. ഉദ്യോഗസ്ഥരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ഏതാണ്ട് ഒരു 10:30 വരെ സമയമുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അതുവരെ കാത്തു നിൽക്കും. അതുവരെ ഇന്ന് ടോക്കൺ എടുത്ത് 23 പേരിൽ ആരെങ്കിലും എത്തിയാൽ അവരെ ടെസ്റ്റ് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കമാണ് എന്നാണ് MVD ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എന്നാൽ ആരെയും ഈ പുതിയ പരിഷ്കരണങ്ങളോടെയുള്ള ടെസ്റ്റ് ആരെയും പങ്കെടുക്കാൻ തങ്ങൾ അനുവദിക്കുകയില്ല എന്ന നിലപാടിൽ തുടരുകയാണ്. പരിഷ്കരണങ്ങൾ ഉത്തരവ് അത് ഗതാഗത വകുപ്പ് തന്നെ പിന്നീട് പരിഷ്കരിച്ച് ചില മാറ്റങ്ങളോടുകൂടി പുതിയ ഉത്തരവ് ഇറക്കുകയാണല്ലോ ചെയ്തത്. പക്ഷേ അതുമായി മുന്നോട്ട് പോകാനും കഴിയില്ല എന്നാണോ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംയുക്ത സമരസമിതി പറയുന്നത്? അവർ ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്താണ്? ആവശ്യങ്ങൾ എന്താണ്? തീർച്ചയായും അത്തരം ഒരു ചെറിയ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും, സമരങ്ങളുടെ പശ്ചാത്തലമായി ചെറിയ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതും പോരാ. ഈ പറയുന്ന പരിഷ്കരണങ്ങളോടെ ഉണ്ടായ ഉത്തരവ് പൂർണ്ണമായും പിൻവലിച്ചുകൊണ്ട് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടപ്പിലാക്കാവൂ എന്ന നിലപാടാണ് സമരക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഈ ഇടയ്ക്ക് ഒരു ഇളവ് ഈ പരിഷ്കരണങ്ങളിലെ മന്ത്രി പറഞ്ഞിരുന്നല്ലോ, അതും സ്വീകാര്യമല്ല എന്നാണോ? അതെന്തോ ഇളവ്? അത് മനസ്സിലാവുന്നില്ല. 3 മാസം ക്യാമറ ഫിറ്റ് ചെയ്യേണ്ട, 6 മാസം പഴയ വണ്ടി ഓടിക്കുക, അത് കഴിഞ്ഞ് പുതിയ വണ്ടി ഇറക്കണം. ഈ 6 മാസം കഴിഞ്ഞ് പുതിയ വണ്ടി ഇറക്കാൻ കാശുള്ളവർ ഇപ്പോഴേ ഇറക്കിയും കിട്ടൂടെ? നമുക്ക് ഈ സമരത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. 3 മാസം ക്യാമറ വേണ്ട. നമ്മളെന്തിനാണ് ക്യാമറ കൊണ്ട് നടക്കുന്നത്? ക്യാമറ വച്ചിട്ട് ആ ക്യാമറയുടെ അവർ കൊണ്ടുപോകുന്നതിന് തിരിച്ച് നമ്മൾ വൈകുന്നേരം ചെന്ന് വാങ്ങണം.
അത് നമ്മൾ മെനക്കെട്ട് നടക്കണം. നമ്മുടെ ആവശ്യമായതുകൊണ്ട്, ഗവൺമെൻറ്റിൻ്റെ ആവശ്യമല്ല കാറിനകത്ത് ക്യാമറ വയ്ക്കുന്നത്. നമ്മൾ വയ്ക്കുന്ന ക്യാമറയിൽ നിന്ന് അവർക്കത് അതിൻ്റെ ഇത് ഊരിക്കൊണ്ട് പോയിട്ട് അവർക്ക് വൈകുന്നേരം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകാർ ചെന്ന് കൈപ്പറ്റണം. അപ്പോൾ ഈ പരിഷ്കരണം മുഴുവൻ പിൻവലിക്കണം എന്നാണോ നിങ്ങളുടെ ആവശ്യം? പരിഷ്കരണം മുഴുവൻ ഒരിക്കലും നമ്മൾ പരിഷ്കരണങ്ങൾക്ക് നമുക്ക് എതിരല്ല. നമ്മൾ അതനുസരിക്കാൻ നമ്മൾ തയ്യാറ് തന്നെയാണ്. പക്ഷേ അവർ പറയുന്നത് ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ കൊടുക്കണമെന്നാണ്. അത് നടക്കാത്ത കാര്യമാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ 90% പേർക്ക് സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാരാണ്. അവർക്ക് 1 സെന്റ് ഭൂമി അല്ലെങ്കിൽ 2 സെന്റ് ഭൂമി വാങ്ങി ഒരു വീട് വയ്ക്കാൻ പറ്റാത്തവരാണോ 1.5 ഏക്കർ സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് രൂപീകരിക്കാൻ പറ്റുന്നത്? അത് ഏത് വ്യവസ്ഥയിലാണ് മന്ത്രി അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സർക്കാർ ഗ്രൗണ്ട് തരട്ടെ, ഞങ്ങൾ അവിടെ ടെസ്റ്റ് നടത്താൻ തയ്യാറാണ്. അവർ പറയുന്ന ഏത് രീതിയിലുള്ള ടെസ്റ്റും നമ്മൾ നടത്താൻ തയ്യാറാണ്. സർക്കാർ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് തരണം. നമ്മളിന്ന് പഠിക്കാൻ വിടുന്ന കുട്ടികളെ ഡിഗ്രി ആയിരുന്നാലും SLC ആയിരുന്നാലും ഏത് കോഴ്സ് ആയിരുന്നാലും ആ കുട്ടികൾക്ക് എക്സാം എഴുതാനായിട്ട് ഗവൺമെൻറ്റാണ് സെൻറ്റർ കൊടുക്കുന്നത്. നമ്മളല്ല കൊടുക്കുന്ന സെൻറ്റർ, ഗവൺമെൻറ് തന്നെയാണ് സെൻറ്റർ തന്ന് അവർക്ക് ആ ടെസ്റ്റ് കയറ്റാനായിട്ടുള്ള വഴി കൊടുക്കേണ്ടത്. 135 കോടിയിലധികം രൂപ ഗവൺമെൻറ്റിന് നമ്മൾ അടച്ചിട്ടുണ്ട്. ലേണേഴ്സിൻ്റെ മാത്രം ഫീസിൽ 135 കോടിയിലധികം അടച്ചിട്ടുണ്ട്. ആ കാശും വാങ്ങി കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ ഊരുവിറ്റാൻ പോയിരിക്കുന്നത്. നമ്മളെപ്പോലുള്ളവർ ഇവിടെ കിടന്ന് ഈ പൊരിയണ വെയിലത്ത് ആഹാരവും കഴിക്കാതെ വെയിലും കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന അവർ ഊരുവിറ്റാൻ പോയിരിക്കുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ ഊരുവിറ്റാൻ പോയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് പാവങ്ങൾക്ക് യാതൊരു വിലയില്ലെന്നുള്ളതിൻ്റെ ഇതാണ് കാണിച്ചത്. അവർ പറയുന്നത് പരിഷ്കരണങ്ങൾക്ക് എതിരല്ല, എന്നാൽ തങ്ങളുടെ വരുമാനം നിലയ്ക്കുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾക്ക് സമ്മതിക്കുകയില്ല. ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു വ്യവസായമായി തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ആ സംവിധാനത്തെ തന്നെ വലിയ തകർത്ത് കളയുകയും കുറേ പേർ തൊഴിൽ രഹിതരാവുകയും അവരുടെ ഉപജീവന മാർഗം നിലച്ചു പോകുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പരിഷ്കരണങ്ങൾ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ആവശ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം എന്ന നിലപാടിലാണ് സമരക്കാരും ഉള്ളത്. സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ ഈ അപേക്ഷിച്ച് ആരും തന്നെ അവിടെ ടെസ്റ്റിനായി എത്തിയിരുന്നില്ലേ? അതോ എത്തിയവരൊക്കെ ഈ സമരക്കാർ പിന്നീട് പിന്തിരിപ്പിച്ചയക്കുകയാണോ ചെയ്തത്? മുട്ടത്തറയിൽ ഏതാണ്ട് 1-2 പേർ മാത്രമാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ എത്തിയത്. അതും ഈ ടെസ്റ്റ് ഗ്രൗണ്ടിന് കുറച്ച് മാറി എത്തിയപ്പോഴേക്കും തന്നെ സമരക്കാർ അവരുമായി സംസാരിക്കുകയും ഈ വിഷയങ്ങൾ, തങ്ങളുടെ ആവശ്യങ്ങളും സമരത്തിന്റെ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുകയും അവരെ പിന്തിരിപ്പിച്ച് അയക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഏതാണ്ട് 8 മണിയോടെ ഇവിടെ ഉദ്യോഗസ്ഥർ, MVD ഉദ്യോഗസ്ഥർ ഈ ഇന്ന് ടോക്കൺ എടുത്തവരുടെ പേരുകൾ വായിച്ചപ്പോൾ ആരും തന്നെ ഇവിടെ ഹാജരായിട്ടുണ്ടായില്ല. അപ്പോൾ ഹാജരായവർ ഉണ്ടെങ്കിൽ ടെസ്റ്റ് നടത്താം എന്ന നിലപാടായിരുന്നു MVD അധികൃതർക്കുണ്ടായിരുന്നത്. അപ്പോഴും സമരം തുടരുകയായിരുന്നു. കവാടത്തിന് മുന്നിൽ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പേര് വിളിക്കുന്നത്. ആരെങ്കിലും എത്തിയാൽ തന്നെ തടയാനുള്ള പൂർണ്ണ ഒരുക്കത്തിലായിരുന്നു സമരക്കാർ. ഇതേവരെ ആരും ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. സ്വകാര്യ വാഹനത്തിൽ ഇന്ന് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം എന്ന നിലപാടാണ് ഗതാഗത വകുപ്പിനുള്ളത്. ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഒരു അരമണിക്കൂറിന് കൂടി സമയം ഉണ്ട് എന്നാണ് MVD അധികൃതരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ടെസ്റ്റിനുള്ള ഒരുക്കങ്ങൾ ഉപേക്ഷിക്കും. ഇന്ന് പൂർണ്ണ സന്നാഹവുമായി കർശനമായും ടെസ്റ്റ് നടത്താനുണ്ടായ ഗതാഗത വകുപ്പിന്റെ തീരുമാനം പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം സമരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അവസാനം ഉണ്ടാകുന്ന സാഹചര്യമില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ സമരം തുടരും എന്ന നിലപാടിലാണ് സമരക്കാർ. അങ്ങനെയാണെങ്കിൽ ഇതേ നില തന്നെ നാളെയും തുടരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക.